പരാതികളും പരിഭവങ്ങളും പലതവണ മരങ്ങാട്ടുപള്ളി പോലീസിൽ അറിയിച്ചെങ്കിലും നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ രാഷ്ട്രീയ ഭേദം മറന്ന് ഭരണകക്ഷിയുടെ നേതാവ് തന്നെ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ധർണ നടത്തിയ കാഴ്ചകളായിരുന്നു ചൊവ്വാഴ്ച മരങ്ങാട്ടുപള്ളിക്ക് കാണാനായത്. മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവലിന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളും പൗരപ്രമുഖരും നാട്ടുകാരും മണക്കനാട് ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥിനികളും അധ്യാപകരുമടക്കമാണ് പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെ പരസ്യമായ പ്രതിഷേധവുമായി പോലീസ് സ്റ്റേഷന് മുമ്പിൽ ധർണ നടത്തിയത്. ചൊവ്വാഴ്ച രാവിലെ നടന്ന ധർണയ്ക്ക് പിന്തുണയുമായി ഉദ്ഘാടകനായി ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം തോമസ് സ്ഥലത്തെത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവലിന്റെ അധ്യക്ഷതയിലായിരുന്നു പ്രതിഷേധ പരിപാടികൾ നടന്നത്. മണക്കനാട് ഗവൺമെന്റ് യു പി സ്കൂൾ PTA പ്രസിഡന്റ് AJ സാബു, CPM ലോക്കൽ സെക്രട്ടറി AS ചന്ദ്രമോഹൻ, ഗ്രാമപഞ്ചായത്ത് അംഗവും കോൺഗ്രസ് പ്രതിനിധിയുമായ സാബു തെങ്ങുംപിള്ളിൽ, സിറീഖ് വേലിക്കട്ടൽ, ഗ്രാമപഞ്ചായത്ത് അംഗം തുളസിദാസ്, മണക്കനാട് ഗവൺമെന്റ് യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ സാബു ഐസക്, KJ മാത്യു കൂഴാമ്പാല എന്നിവർ ആശങ്കകളും പരിഭവങ്ങളും പരാതികളും പങ്കുവച്ച് ജനകീയ പിന്തുണയുമായി സമരമുഖത്ത് എത്തി. മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും കക്കൂസ് മാലിന്യം വാഹനത്തിലെത്തിച്ച് നിക്ഷേപിക്കുന്ന സംഭവം തുടർക്കഥയായി എങ്കിലും നടപടിയെടുക്കാനോ പെട്രോളിംഗ് കോമ്പിംഗ് ഓപ്പറേഷനോ ശക്തമാക്കാനോ മരങ്ങാട്ടുപള്ളി പോലീസ് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് സമരമുഖത്ത് ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം എത്തിച്ചേർന്ന സാഹചര്യങ്ങൾ ഉണ്ടായത്. നിയമപാലകരുടെ അലംഭാവം വെടിയുന്നില്ലെങ്കിൽ ശക്തമായ സമരത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് ഇടതു വലതു മുന്നണികളിലെ രാഷ്ട്രീയ നേതൃത്വം പോലീസിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. സാമൂഹ്യ വിരുദ്ധരെ അറസ്റ്റ് ചെയ്യുക, സാമൂഹ്യ വിരുദ്ധരെ അറസ്റ്റ് ചെയ്യുക. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, കേരള സമിതി സിന്ദാബാദ്, കേരള സമിതി സിന്ദാബാദ്, വിദ്യാർത്ഥി സിന്ദാബാദ്. മാലിന്യ നിക്ഷേപം അവസാനിപ്പിക്കുക, മാലിന്യ നിക്ഷേപം അവസാനിപ്പിക്കുക, പരിസരത്തെ മാലിന്യ നിക്ഷേപം അവസാനിപ്പിക്കുക. കുടിവെള്ളത്തെ സംരക്ഷിക്കുക, കുടിവെള്ളത്തെ സംരക്ഷിക്കുക, സാമൂഹ്യ വിരുദ്ധരെ അറസ്റ്റ് ചെയ്യുക, സാമൂഹ്യ വിരുദ്ധരെ അറസ്റ്റ് ചെയ്യുക. സമിതി സിന്ദാബാദ്, ജനകീയ സമിതി സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്, പോലീസ് സ്റ്റേഷൻ മാർച്ച് സിന്ദാബാദ്, പോലീസ് സ്റ്റേഷൻ മാർച്ച് സിന്ദാബാദ്. ആളുകൾ സഹി കെട്ടിട്ടാണ് ഇങ്ങനെയൊരു സംരംഭത്തിന് ഇങ്ങനെ മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, അല്പം ജാഗ്രതയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താനും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും കഴിയും. ഇതിലും വലിയ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിലും കെട്ടഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറ്റകൃത്യങ്ങളെ കണ്ടെത്താനും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും നമ്മുടെ കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഈ കാര്യം ഇതുപോലെ നിരന്തരമായി ഇങ്ങനെ ആളുകൾക്ക് അസൗകര്യമുണ്ടാക്കി ചെയ്യുന്ന ആളുകളെ കണ്ടെത്താൻ അല്പം ഒരു ജാഗ്രത പുലർത്തിയാൽ കഴിയും. അതിന് വേണ്ട സത്വരമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഇപ്പോൾ ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് അറുതി ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആവാലവൃത്തം ആളുകൾ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലേക്ക് മാർച്ചായി എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആരോഗ്യ കാര്യത്തിലൊക്കെ വളരെ മുൻപന്തി നിൽക്കുന്നവരാണ്. അതുപോലെ തന്നെ വ്യക്തിപരമായ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ വളരെ അനുകരണീയമായ മാതൃക സൃഷ്ടിച്ചിട്ടുള്ള ആളുകളാണ്. പ്രഖ്യാപിച്ചുകൊണ്ട് ഇനിയും തുടർന്നുള്ള എല്ലാ പ്രക്ഷോഭ പരിപാടികളിലും സ്കൂളിന്റെയും PTA-യുടെയും കുട്ടികളുടെയും സഹകരണം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാനുള്ള വാക്കുകൾ. ഭാഗത്തേക്ക് ഒരു ലോറി പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് മെമ്പർ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ആവശ്യപ്പെട്ടു ആ വണ്ടി തടഞ്ഞൊന്ന് പരിശോധിക്കണമെന്ന നിലയിൽ. അങ്ങനെ തടഞ്ഞതിന് ശേഷം പിന്നെ യാതൊരു വിവരവും കിട്ടാത്തതിനെ തുടർന്ന് വീണ്ടും വിളിച്ചപ്പോൾ കിട്ടിയ മറുപടി അങ്ങനെ ഞങ്ങൾ പരിശോധിച്ചു, പക്ഷെ അവർ ശേഖരിക്കാൻ പോകുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. തിരിച്ചു വരുമ്പോൾ നമുക്ക് പിടിച്ചു കളയാം എന്ന നിലയിൽ അത് വളരെ വളരെ നിസാരവൽക്കരിച്ചുകൊണ്ട് കാര്യങ്ങൾ കാണുന്നതിന്റെ രൂപമാണ്. വാസ്തവത്തിൽ നമ്മളൊന്ന് ആലോചിച്ചാൽ പോലീസ് സംവിധാനവും ഈ ജനങ്ങളുമായി സഹകരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിന്റെ പരിധിയിൽ നമ്മൾ സ്റ്റുഡന്റ്